ഹലോ ഡിയേഴ്സ്. അപ്പോൾ നമ്മൾ റെസിപ്രോക്കൽ എന്ന ചാപ്റ്ററിലേക്ക് ചാടിയിട്ടുണ്ട് അല്ലേ? സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞിട്ട്. അപ്പോൾ മക്കൾസെ നമ്മുടെ ഫ്രാക്ഷനിൽ അറിഞ്ഞിരിക്കേണ്ട 3 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിലും അറിഞ്ഞിരിക്കണം. അതായത് ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സറിലേക്ക് ആക്കുന്നത്, മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പറിലേക്ക് ആക്കുന്നത്. ഓക്കെ, അതെന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫ്രാക്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ മിസ് വീഡിയോ എടുത്തിട്ടുണ്ട്. മിസ്സിൻ്റെ മക്കൾ അത് കാണണം കേട്ടോ. ഓക്കെ, റെസിപ്രോക്കൽ എന്താണ്? നമ്മൾ കുറേ പേര് തലകുത്തി നിന്നു അല്ലേ? അതുപോലെ ഏതൊരു ഫ്രാക്ഷനെയും തലകുത്തി നിർത്തുന്നതാണ് എന്ത്? റെസിപ്രോക്കൽ. ഇവിടെ തന്നിട്ടുണ്ട് 7/6 റെസിപ്രോക്കൽ 6/7 ആണ് അല്ലേ? ഓക്കെ, അങ്ങനെ ഏത് ഫ്രാക്ഷൻ ആയിക്കോട്ടെ. ഇനിയിപ്പോൾ ദാ 10/7 ആണെങ്കിൽ ഇവിടെ നമ്മൾ അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 7/10 ആണ്. ഓക്കെ, അപ്പോൾ ഏത് നമ്പർ എടുക്കുകയാണെങ്കിലും അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നേരെ തല തിരിച്ചിട്ടുള്ളതാണ് അല്ലേ? ഇത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഫ്രാക്ഷൻ്റെ ഡിവിഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, മിസ്സിന് അത് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷനും അതുപോലെ ഒരു റെസിപ്രോക്കലും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 കിട്ടും. ഇവിടെ നോക്കിയാൽ കാണാമല്ലോ മക്കൾക്ക് 6/7 ഇൻറ്റു 6/7 ഇൻറ്റു 7/6 നമുക്ക് അവിടെ എന്ത് കിട്ടും? 42 ഡിവൈഡഡ് ബൈ 42 കിട്ടും അല്ലേ? 42 ഡിവൈഡഡ് ബൈ 42 കിട്ടും. നമുക്കറിയാം 42 ഒരു തവണയാണുള്ളത് അല്ലേ മത്തമണീസ്? ക്ലിയർ അല്ലേ? അപ്പോൾ വേൾഡിലുള്ള ഏതൊരു ഫ്രാക്ഷൻ എടുത്തിട്ട് അതിൻ്റെ റെസിപ്രോക്കലുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? 1 കിട്ടും. ഓക്കെ, ഇത് മിസ്സിന് നമുക്ക് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഫ്രാക്ഷനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി റെസിപ്രോക്കൽ ഉപയോഗിക്കുന്നതാണ്. എങ്ങനെയാണ് ഉപയോഗിക്കുക നോക്കിയാലോ? ഇവിടെ നോക്കിയ സ്ക്രീനിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? 3/4 ഡിവൈഡഡ് ബൈ 1/8 അല്ലേ? 3/4 ഡിവൈഡഡ് ബൈ 1/8 എന്നൊരു എക്സാമ്പിൾ നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇനി ഈ 3/4 ഡിവൈഡഡ് ബൈ 1/8 നമുക്ക് എങ്ങനെ എഴുതിക്കൂടെ? 3/4 ഡിവൈഡഡ് ബൈ 1/8 നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഫ്രാക്ഷനാക്കി എഴുതാം. ഓക്കെ, അപ്പോൾ മക്കൾസ് ഇവിടെ ഏതാണോ ഡിവിഡൻറ്റ്, ഏതുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എന്താണ് ഇവിടെ നോക്കിയേ? 3/4 ഇൻറ്റു 1/8 റെസിപ്രോക്കൽ എന്താണ്? 8/1 അല്ലേ? അപ്പോൾ നമുക്ക് സിമ്പിളി എങ്ങനെ കിട്ടും? 24 ഡിവൈഡഡ് ബൈ 4 കിട്ടും അല്ലേ? 24 ഡിവൈഡഡ് ബൈ 4 കിട്ടും. അത് നമുക്കറിയാം 6 4s are 24. സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി മിസ് വേറൊരു എക്സാമ്പിൾ ഇടണോ? മിസ്സിൻ്റെ മക്കൾ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. മിസ്സിൻ്റെ മക്കൾ ശ്രദ്ധിച്ച് നോക്കണേ. ഇവിടെ നോക്കിയേ, നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? 1/2 ഡിവൈഡഡ് ബൈ 1/4. ഓക്കെ, 1/2 ഡിവൈഡഡ് ബൈ 1/4. മക്കൾസ് ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ എന്ത് ചെയ്യുന്നു? 1/2 ഡിവൈഡഡ് ബൈ 1/4 എന്ന് പറയുമ്പോൾ താഴെ ഡിവൈഡ് ചെയ്യുന്നത് ഏതുകൊണ്ടാണ്? 1/4 കൊണ്ടാണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നു? 1/4ൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? 1/2 ഇൻറ്റു 4/1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും മക്കൾസ്? 4/2 എന്ന് കിട്ടൂലേ? 4/2 എന്ന് കിട്ടൂലേ? നമുക്കറിയില്ലേ 4ൽ 2 ടൈംസ് അല്ലേ? സത്യത്തിൽ എന്താ ഇവിടെ സംഭവിച്ച മക്കളെ? ഹാഫിൽ എത്ര ക്വാർട്ടർ ഉണ്ട് എന്നാണ് നോക്കിയത്. നമുക്കറിയാം ഹാഫിൽ 2 ക്വാർട്ടർ ചേരുമ്പോഴാണ് ഒരു ഹാഫ് ഉണ്ടാവുന്നത് അല്ലേ? അല്ലേ മക്കൾസേ? അപ്പോൾ ക്ലിയർ അല്ലേ മിസ്സിൻ്റെ മക്കൾക്ക്? മിസ്സിൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് ഈ ഫ്രാക്ഷൻ ചെയ്തപ്പോൾ നമ്മൾ കണ്ടതുപോലെ തന്നെ 3 ടൈപ്പ് ഓഫ് ഡിവിഷൻ ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും ഇവിടെ തന്നിട്ടുള്ളത്. ജസ്റ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഫ്ലിപ്പ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? തല തിരിച്ചിടുന്നു അല്ലേ? ഏതുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യേണ്ടത് ആ ഒരു ഫ്രാക്ഷൻ എന്ത് ചെയ്യുന്നു? തല തിരിച്ചിടുന്നു. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ 3 ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ എന്താണ്?
ഫ്രാക്ഷനും തമ്മിലുള്ള ഡിവിഷൻ, അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫ്രാക്ഷനെ ഒരു ഹോൾ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെ, ഒരു ഫ്രാക്ഷനെ ഒരു ഹോൾ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെ മക്കൾസ്? ഇവിടെ തന്നിട്ടുണ്ട് 3/7 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്യേണ്ടത് 2 ആണ് അല്ലേ? മിസ്സിൻ്റെ മക്കളോട് മിസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഏതൊരു ഹോൾ നമ്പർ, ഒരു നാച്ചുറൽ നമ്പർ എടുത്താലും വേൾഡിൽ ഏതൊരു നമ്പർ എടുത്താലും അതിൻ്റെ താഴെ ഒരാൾ ഒളിച്ച് കിടക്കുന്നുണ്ട് പറഞ്ഞിട്ടില്ലേ? അതാരായിരുന്നു മക്കൾസ്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആരായിരുന്നു? ബൈ 1 ഒളിച്ച് കിടക്കുന്നുണ്ട് നമുക്കറിയില്ലേ? ഓക്കെ, അപ്പോൾ അവിടെ 2/1 എന്ന് കിട്ടൂലേ? അപ്പോൾ അവിടെ എന്ത് വരും? 3/7 ഇൻറ്റു 1/2 വരില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? അവിടെ 1 3s are 3, 7 2s are 14 അല്ലേ? മക്കൾസ് ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനിയിപ്പോൾ മിക്സഡ് ഫ്രാക്ഷൻ ആണെങ്കിൽ നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ എവിടെ കണ്ടാലും മിസ് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്? അടിച്ച് അവൻ്റെ ഷേപ്പ് മാറ്റണം അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയ മൂന്നാമതായിട്ടുള്ള ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്സഡ് ഫ്രാക്ഷൻ ഡിവൈഡഡ് ബൈ മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അവിടെ മിസ്സിൻ്റെ മക്കൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ആ ഒരു മിക്സഡ് ഫ്രാക്ഷൻ്റെ ഷേപ്പ് മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യണം? 6 1/2 ഡിവൈഡഡ് ബൈ 2 1/4 എന്നാണ് അവിടെ തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമ്മളവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാം മക്കൾസ്? ആദ്യം 6 1/2നെ ചേഞ്ച് ചെയ്യണം. എന്താ ചെയ്യുക? താഴോട്ട് മൾട്ടിപ്ലൈ, മുകളിലോട്ട് പ്ലസ് അല്ലേ? അപ്പോൾ എന്ത് വരും? 6 × 2 12, 12 + 1 എന്താണ്? 13/2 എന്ന് കിട്ടും. ഓക്കെ, ഡിവൈഡഡ് ബൈ എന്താണ്? 2 1/4, 2 × 4 8, 8 + 1 9. അപ്പോൾ എന്ത് വരും? 9/4 എന്ന് കിട്ടും. ഇനി നമുക്ക് ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തുകൂടെ? നമുക്ക് എന്ത് കിട്ടും? 13 × 9/4 എന്നാണ് കിട്ടുക. 13 ഡിവൈഡഡ് ബൈ 9/4 കിട്ടിയാൽ നമുക്കവിടെ എന്താണ്? ആരെയാണ് റെസിപ്രോക്കൽ എടുക്കേണ്ടത് മക്കൾസ്? ആരുടെ റെസിപ്രോക്കൽ? ഇവൻ്റെ റെസിപ്രോക്കൽ എടുക്കണ്ടേ? 9/4 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? 9/4ൻ്റെ റെസിപ്രോക്കൽ കണ്ടുപിടിച്ചിട്ട് നമുക്കറിയാമല്ലേ, ഇവനെ നേരെ തല തിരിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? അപ്പോൾ എന്ത് വരും? ഇൻറ്റു 4/9 എന്ന് വരും അല്ലേ? അപ്പോൾ 13 × 4 ഡിവൈഡഡ് ബൈ 2 × 9 എന്ന് വരും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 26 ഡിവൈഡഡ് ബൈ 9 എന്ന് കിട്ടും അല്ലേ? ഓക്കെ, അപ്പോൾ മിക്സഡ് ഫ്രാക്ഷൻ ആണെങ്കിൽ മിസ്സിൻ്റെ മക്കൾ എന്ത് ചെയ്യണം? ഇവർ ചേഞ്ച് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? മൾട്ടിപ്ലൈ ഡിവിഷൻ ചെയ്യാനാണെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യാനാണെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മിസ്സിൻ്റെ മക്കൾക്ക് ക്ലിയർ അല്ലേ?